നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഗവർണറും CPM-ഉം തമ്മിലുള്ള പോര് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയ ഒരു ദിനം കൂടിയാണ് ഇന്ന്. കൊല്ലത്ത് നിലമേലിലും SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം തുടർന്നപ്പോൾ നിലമേലിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും തന്നെ SFI പ്രവർത്തകർ തൻ്റെ വാഹനത്തിന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൗരവതരത്തിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് നിലമേലിൽ റോഡരികിൽ 1.5 മണിക്കൂറോളം ഇരിക്കുകയും അദ്ദേഹം ഒരു പരാതി കേന്ദ്രത്തെ കൃത്യമായി അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വലിയ ഒരു നിർദ്ദേശവും തീരുമാനവും വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം. അതിപ്പോൾ CRPF കമാൻഡോസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചുറ്റും CRPF കമാൻഡോയുടെ സുരക്ഷ കൂടി ഉണ്ടാകും. അപ്പോൾ SFI പക്ഷേ തോറ്റു പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ല, സമരവുമായി മുന്നോട്ട് തന്നെ പോകും എന്ന് SFI പറയുന്നുമുണ്ട്. അതിന് കൃത്യമായ പിന്തുണ, സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട് തന്നെ. അതുകൊണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇക്കാര്യത്തിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉദ്യോഗത്തോടെ ഉറ്റുനോക്കുന്നത്. നമ്മൾ ആ വിഷയമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, സംസ്ഥാനത്തിന് അത്ര കണ്ട് പരിചയമില്ലാത്ത സമാനതകളില്ലാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇക്കാര്യത്തിൽ നടക്കുക എന്നതിനൊപ്പം ഇതൊരു പെട്ടെന്ന് ഇന്നിപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിന് പുറത്ത് ഒരു Z+ കാറ്റഗറി വരുന്നു, ഒരു കേന്ദ്രത്തിൻ്റെ പ്രത്യേക ശ്രദ്ധ വരുന്നു, എന്നതിനപ്പുറത്തേക്ക് ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണെന്ന് MP രാജേഷൊക്കെ പറയുന്നത് പോലെ അങ്ങനെ തോന്നുന്നുണ്ട്. അല്ല, ഇത് ഇന്നലെ ഈ വിഷയം നമ്മൾ സംസാരിച്ചാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നിലമേൽ റോട്ടിൽ കുത്തിയിരുന്നത് പ്ലാൻഡ് ഓപ്പറേഷനാണെന്നുള്ളതല്ല, ഗവർണർമാരെ ഉപയോഗിച്ചിട്ട് non-BJP സംസ്ഥാനങ്ങളിലെ ഭരണം ഡിസ്റപ്റ്റ് ചെയ്യുക, അവിടെ കുഴപ്പമുണ്ടാക്കുക, അവിടെ ഈ പറയുന്ന BJPയുടെ രാഷ്ട്രീയ പദ്ധതികൾ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കുക എന്നുള്ളത് ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അത് വളരെ വളരെ വ്യവസ്ഥാപിതമായി രാജ്ഭവനുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സജിംസ് പറഞ്ഞിട്ടുണ്ടല്ലോ, K. സുരേന്ദ്രൻ ചെയ്യുന്നതിനേക്കാൾ മികവോടെ ചിലവില്ലാതെ, പാർട്ടിക്ക് ചിലവില്ലാതെ ആ പണി എടുക്കുന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിലൊരു സംശയമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല, തമിഴ്നാട്ടിലെ RN രവി ആണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും non-BJP സർക്കാരുകളുടെ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്ലാൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലതരം നാടകങ്ങൾ പല ഗവർണർമാരും കളിക്കുന്നുണ്ട്. അതിൽ അതിവിചിത്രവും പരിഹാസ്യവുമായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം യഥാർത്ഥ ഒരു പബ്ലിക് നോയ്സൻസ് സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗവർണർ റോഡരികിൽ കസേരയിട്ട് കുത്തിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾക്ക്, സാധാരണ കമ്മ്യൂട്ടേഴ്സിന് ഉണ്ടാകുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പബ്ലിക് നോയ്സൻസിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ഞാൻ പറയാം. പൊതുശല്യം ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗവർണർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപമാനകരമായിട്ടുള്ള കാര്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ SFI പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് അത് പുള്ളിയെ ഭയങ്കരമായിട്ട് പ്രകോപിതനാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഗവർണറായിരിക്കെ തന്നെ ചാൻസലറാണ്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയിട്ട് അതിൽ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അങ്ങനെ ഒരാൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായിട്ട് എൻഗേജ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ SFI എന്ന് പറയുന്നത് കേരളത്തിലൊരു വിദ്യാർത്ഥി സംഘടനയാണ്. ആ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എന്തെങ്കിലും കലാപരിപാടികൾ നടത്താനൊന്നുമല്ല. അതൊരു സമര സംഘടനയാണ്. കേരളത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിരിക്കുന്ന ഒരാൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ സമരമോ അവരുടെ പരിപാടികളൊക്കെ ആയിട്ട് അയാൾ എൻഗേജ് ചെയ്യേണ്ടി വരും. സമരം നിരോധിക്കപ്പെട്ടൊരു സംഗതിയല്ല. അപ്പോൾ SFI സമരം നടത്തുകയാണെങ്കിൽ ഞാൻ കുത്തിയിരിക്കുകയാണ്, റോഡ് സൈഡ് കുത്തിയിരിക്കുകയാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ ദിവസവും കുത്തിയിരിക്കേണ്ടി വരും. കാരണം സമരമില്ലാതെ SFIക്ക് പോകാൻ പറ്റും. SFI എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം തന്നെ വിദ്യാർത്ഥി സമരങ്ങളാണ്. വിദ്യാർത്ഥി സമരങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. നമ്മുടെ ഇന്ന് ഭരണാധികാരികളായിരിക്കുന്നവരിൽ ഏതാണ്ട് എല്ലാവരും അത്തരം സമരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കോൺഗ്രസ് ആദ്യം ക്രാന്തിദളിലാണ് ചേരുന്നത്, അതിൽ മത്സരിക്കുന്നു, പിന്നെ കോൺഗ്രസ്സിൽ മത്സരിക്കുന്നു, പിന്നെ ജനതാദളിലെത്തുന്നു, BSPയിലെത്തുന്നു, BJPയിലെത്തുന്നു. ഇങ്ങനെയുള്ളൊരു ഹിസ്റ്ററി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി സമരങ്ങളെ അക്രമമായി കാണുക എന്ന് പറഞ്ഞാൽ
അതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഈ BJP നേതാക്കന്മാർ പൊതുവെ അവർ എന്താണ് വധശ്രമം, അക്രമം ഇത് ഇവർ സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ്. നോക്കൂ, ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും എത്ര തവണയാണ് അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ ആളുകൾ വരിക, അവരെ പോലീസ് വിടിച്ചില്ല. അത് അവിടെ സ്ഥിരം കേൾക്കുന്ന വാർത്തയായിരുന്നല്ലോ. നമ്മൾ ഇസ്രത് ജഹാൻ കേസ് എന്താണ്, മോഡിയെ കൊല്ലാൻ വരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കഴിഞ്ഞ വർഷം ജനം TV കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ 3 തവണ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് ദണ്ട് കൊണ്ട് തലക്കടിച്ചു, 3 തവണ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമ്മളെവിടെ ഇത് വാർത്തയായിട്ടൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് 3 തവണ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ കൊല്ലാൻ ശ്രമിക്കുക, ആക്രമിക്കുക, ഇതുമായിട്ടാണ് ഈ ഒരു ഭീതിയായിട്ടാണ് ഇത് നടക്കുന്നത്. ഈ SFIയുടെ കുട്ടികൾ കരിങ്കൊടിയായിട്ട് വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. ഇവിടെ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതിനോട് ഒരു സമീപനം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട് 6 മണിക്ക്. 2 ദിവസം മുമ്പ് ഇദ്ദേഹം പ്രഭാഷണം, ഈ നയപ്രഖ്യാപന പ്രസംഗം മുഴുമിപ്പിക്കാതെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചു പോയല്ലോ. അന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ്. മെനിയാന്ന് പ്രസംഗിക്കാൻ ആരോഗ്യമില്ലാത്ത ഗവർണർ ഇന്ന് റോട്ടിൽ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ 2 ദിവസം കൊണ്ട് ഇത്രയും ഭയങ്കര ആരോഗ്യം വരുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് എന്താണ് ഇവരുടെ കേരള സർക്കാർ എന്താണ് ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഗവർണർ ഇങ്ങനെ പെരുമാറുന്ന സ്വഭാവത്തിലേക്ക് ആക്കിയെടുക്കുന്നതിൽ ഈ സർക്കാരിന്, ഇടതുപക്ഷ നേതൃത്വത്തിന് പങ്കുണ്ട്. ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ് പ്രമേയം കൊണ്ടുവന്നപ്പോൾ, പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഇവരെന്താ അതിനോട് സ്വീകരിച്ച സമീപനം? അതിനെതിർക്കുകയാണ്. എതിർക്കുക മാത്രമല്ല, അന്ന് AK ബാലൻ പറഞ്ഞത് അത് സർക്കാരിനെയും ഗവർണറെയും തെറ്റിക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. ഈ തുടക്കത്തിൽ ഈ ചാൻസലർ ഇഷ്യൂ വന്നപ്പോൾ, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ ആ നിലപാടല്ല സ്വീകരിച്ചത്. ഇനി ധാർമ്മികമായി സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താ അറിയോ? കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിലാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ റോട്ടിൽ കുത്തിയിരുന്ന് ബഹളം ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവരോട് അവരെങ്ങനെയാണ് പെരുമാറിയത്? എന്താണ്, പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുക, ഗൺമാനെ വിട്ട് ഇടിച്ചു വീഴ്ത്തുക, കർമ്മയാണെന്നൊക്കെ കർമ്മയാണ്, അത് ജീവൻ സുരക്ഷാ ദൗത്യമാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അതിനെ എൻഡോസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത പരിപാടി അവിടെയുണ്ട്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ചെടിച്ചട്ടി കൊണ്ട് ഇടിക്കാൻ പുള്ളിയുടെ കൂടെ ആളില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു? അമിത്ഷായെ വിളിക്കുന്നു, ഇവരെ കമാൻഡോസിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ സഖാവ് ജോസഫൈൻ പറഞ്ഞില്ല, അനുഭവിച്ചോ എന്ന് പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത്. അനുഭവിച്ചോ. നിങ്ങൾ വളർത്തിയെടുത്ത ഒരു ഗവർണറാണിത്. ഇതിൽ അടിസ്ഥാന പ്രശ്നം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഇത് ഒരു ലാർജർ ഡിസൈൻ്റെ ഭാഗമാണ്. സംസ്ഥാനത്തെ ജനകീയ സർക്കാരുകളെ ഡിസ്ഫങ്ഷനിലാക്കിയിട്ട് വൈസ്രോയ് ഭരണം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഈ ഒരു ലാർജർ ഡിസൈൻ്റെ ഭാഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനെ ആ നിലക്ക് കണ്ട് പ്രതിരോധിക്കുകയല്ലാതെ, ജനങ്ങളെ അണിനിരത്തി, പ്രതിപക്ഷത്തെ കൂടി അണിനിരത്തി ഒരു വിശാലമായ പൊളിറ്റിക്കൽ മൂവ്മെൻ്റാക്കി മാറ്റിയെടുത്ത് പ്രതിരോധിക്കുക എന്നുള്ളതല്ലാതെ ഇതിനു മുമ്പിൽ ഒരു വഴിയുമില്ല. അജിംസ്, നാളിതുവരെ നമ്മൾ കണ്ടത് സംസ്ഥാന പോലീസ് മാത്രം ചുറ്റിലുള്ള ഗവർണറെയാണ്. ഇന്നു മുതൽ പക്ഷേ അങ്ങനെയല്ല. CRPF, കമാൻഡോസ്, തോക്കുമേന്തി ചുറ്റിലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവർണറും സർക്കാരും തമ്മിലുള്ളൊരു ഫൈറ്റ് ഇനിയുള്ള ദിവസം എങ്ങനെയായിരിക്കും? ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഇതിൻ്റെ കാശാര് കൊടുക്കും? CRPF വരുന്നു. Z+ കാറ്റഗറി സെക്യൂരിറ്റിയാണ്. ഗവർണറുടെ സെക്യൂരിറ്റി സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. CRPFിനാർക്കും പണം ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് 1.5 കോടി രൂപ കൊടുത്തത്. എന്തിനാണ്? അതിഥി സൽക്കാരത്തിനോ യാത്ര പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കാശും കൂടി സർക്കാർ കൊടുക്കേണ്ടി വരും. എനിക്ക് ഈ പ്രതിപക്ഷം പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? പ്രതിപക്ഷ ഈ VD സതീശനും കൂട്ടരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സർക്കാരിനെതിരെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരൻ കോഴിക്കോട് ആത്മഹത്യ ചെയ്തു. ആ വിഷയം ഒരു പബ്ലിക് ഡിസ്കോഴ്സ് പോലും ആവുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. ഒരു ഭിന്നശേഷിക്കാരൻ എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ കത്തെഴുതി കൊടുത്ത്, ഞാൻ മരിക്കും കിട്ടിയില്ലെന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്താൽ അത് മരിക്കുകയാണ്. കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് ഒരു കളക്ടറേറ്റ് മാർച്ച് പോലും ഇവിടെ കോഴിക്കോട് നടന്നു, ഒരു പ്രശ്നമില്ലല്ലോ.
എനിക്ക് ദേജാവ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു 15 കൊല്ലം മുമ്പൊക്കെയാണ് കേരളത്തിൽ അങ്ങനെ സംഭവം നടക്കുന്നതെങ്കിൽ കേരളം കത്തും. അത് ഏത് പാർട്ടി ഭരിച്ചാലും വൻ പ്രക്ഷോഭം ഉണ്ടാവും. ഇവിടെ ഒരു പ്രശ്നമില്ല. അത് 1-2 ആർക്കും എന്തൊക്കെയോ പറഞ്ഞു അതങ്ങ് കഴിഞ്ഞു പോയി. കേരളം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ബജറ്റ് വരാൻ പോവുക, ഒരു പൈസ സർക്കാരിൻ്റെ കയ്യിലില്ല. അത് വരുമാനം കൂട്ടാനുള്ള പദ്ധതികളായിരിക്കും പുതിയ ബജറ്റ് ഉണ്ടാകുമെന്ന് കെ എൻ ബാലഗോപാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഈ ക്ഷേമ പദ്ധതികൾ തന്നെ എങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നോ ഒന്നും, ഈ ക്ഷേമ പെൻഷൻ ഉയർത്തും എന്ന് ഘട്ടം ഘട്ടമായി പടിപടിയായി ഉയർത്തും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്ന സർക്കാരാണിത്. അവർ അതെന്നും ഉയർത്തുമെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത്ര ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിൻ്റെ ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാരും ധനമന്ത്രി അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, ആരും ഒന്നും പറയുന്നില്ല, ഒരുതരം മൗനമാണ്. അപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന ഇങ്ങനെയുള്ള പ്രക്ഷോഭം ഉയരുമ്പോഴാണ് ഈ BJPക്ക് വലിയ സ്റ്റേക്കൊന്നുമില്ലാത്ത സംസ്ഥാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ കർണാടകയിൽ BJP ഉണ്ട്. കർണാടകയിൽ ഗവർണർക്ക് ഒരു പണിയില്ല, അയാൾ വെറുതെ ഇരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. കർണാടകയിൽ BJP സ്ട്രോങ് ആണ്. അതേപോലെ വെസ്റ്റ് ബംഗാളിൽ BJP ഇല്ല, പക്ഷെ അവിടെ ആനന്ദ് ബോസിന് എക്സ്ട്രാ പണി കൊടുത്തേക്കാണ്. തമിഴ്നാട്ടിൽ BJP ഇല്ല, RN രവിക്ക് പ്രത്യേക പണി കൊടുത്തേക്കാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം ആയിട്ട് BJP വളർത്തിക്കൊണ്ടുവരുന്ന പകരം ആ പണി ഗവർണർമാരെ ഏൽപ്പിക്കുകയാണ് മുകളിൽ നിന്ന് ചെയ്യുന്നത്. അതാണ് ഇവിടെയും തമിഴ്നാട്ടിലും ബംഗാളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു ജാർഖണ്ഡിൽ ഏതെങ്കിലും ഗവർണർ പുറത്തിറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാകാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ജാർഖണ്ഡ് ജയമമാണ് ഭരിക്കുന്നത്. അവിടെ ഗവർണർ ആരാ ഗവർണർന്ന് പോലും അറിയില്ല. കാരണം അവിടെ ജാർഖണ്ഡിൽ BJP ഉണ്ട്. അപ്പോൾ BJP ഒട്ടുമില്ലാത്ത തീരെയില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർക്ക് എക്സ്ട്രാ പണി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പണിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ കേരളത്തിൽ സീരിയസ് ആയ പ്രശ്നങ്ങളുണ്ട്. സീരിയസ് ആയ പ്രശ്നങ്ങളൊന്നും തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അതിൻ്റെ ഒരു കണക്ക് ഓർക്കുന്നുണ്ടോ? അതായത് ഈ ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ഈ സർക്കാർ തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് വീട് കയറി ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേയുടെ ഒരു ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നു. അതായത് ജോലി ചെയ്യാൻ സന്നദ്ധരായ സ്ത്രീകൾ വീടുകളിലുണ്ട്. ഞങ്ങൾ ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അവർക്ക് ജോലി കൊടുക്കാനുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. അതിലും വലിയ ഗുരുതരമായ പ്രശ്നമാണ് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയുണ്ട്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് അതിവ്യാപകമാണ്. മറ്റൊന്ന്, ഏതെങ്കിലും വിധേന ചെറുപ്പക്കാർ കേരളം വിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. വെളിയിൽ പോയി പഠിക്കുക, അവിടെ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ സെറ്റിലാവുക, കേരളത്തിലേക്ക് വരണമെന്ന് തീരുമാനിക്കുക. അതൊരു ഗുരുതരമായ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നമായി കേരളം നേരിടാൻ പോകണം അനധിവിദൂര ഭാവിയിൽ. അതിന് കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും പോയാൽ മതി, എങ്ങനെയെങ്കിലും UK, കാനഡ, ഓസ്ട്രേലിയ എങ്ങോട്ടെങ്കിലും ഒന്ന് കടന്നു പോയി അവിടെ വല്ല കെൻഡക്കി ഫ്രഷ് ചിക്കൻ വിറ്റോ എങ്ങനെയെങ്കിലും ജീവിച്ചോ എങ്ങനെയാണ് പഠിച്ചോ അവിടെ സെറ്റിൽ അങ്ങോട്ട് വരണ്ട എന്ന് യുവാക്കൾ തീരുമാനിക്കാനിടയാവുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിഗുരുതരമാണ്. അത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രശ്നം മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന സർക്കാരുകളുടെയും പ്രശ്നമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്ന് തൊഴിലില്ലായ്മ, രണ്ട് യുവാക്കളുടെ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുന്നത്. ഇതൊരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത്. അനധിവിദൂര ഭാവിയിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? ഞാൻ ഈ ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ബജറ്റിൽ എഴുതി വെച്ചത്, ആദ്യത്തെ ബജറ്റിൽ അതിൽ ആദ്യത്തെ സർക്കാർ പ്രഖ്യാപനം നടത്തിയത് എന്ത് ചെയ്തു, 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പ്രതിപക്ഷത്തിനോ ഇവിടുത്തെ സിവിൽ സൊസൈറ്റിക്കോ സർക്കാരിനോട് ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുള്ളപ്പോഴാണ് ഇങ്ങേരി കടന്ന് ഈ ഷോ ഓഫ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്താണ്ടാവുക, ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇനി അയാളുടെ CRPFകാർക്ക് ഇഷ്ടം ഇഡലിയും ചമ്മന്തിയും എന്ന സ്റ്റോറികൾ വരും മാധ്യമങ്ങളിൽ. അവർക്ക് കരിമീൻ പൊള്ളിച്ചതാണ് ഇഷ്ടം എന്നുള്ള സ്റ്റോറി വരും. അതാണ് ഇവിടുത്തെ സിവിൽ സൊസൈറ്റി മാധ്യമങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഗവർണർ രാവിലെ ഉറക്കമുണർന്നപ്പോൾ കണ്ടത് CRPFൻ്റെ കാവി എന്ന തലക്കെട്ടുകൾ വരും. അപ്പോൾ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇയാളുടെ ഈ ഗവർണറുടെ ഈ ഷോ ഓഫിൻ്റെ ലക്ഷ്യം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല.